ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്ര കേസൊക്കെ പിൻവലിക്കുകയാണല്ലോ. കേസൊക്കെ പണം വാങ്ങി പിൻവലിച്ചതിന് ശേഷം ചന്ദ്ര പിന്നീട് ആ പണം ഭാമയുടെ വീട്ടിൽ സൂക്ഷിക്കാൻ വയ്ക്കുകയൊക്കെയാണ്. ആ പണം നമ്മുടെ ശ്രുതി അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. അവസാനം ശ്രുതിയാണ് ഈ കള്ളത്തരങ്ങളെല്ലാം ചെയ്തതെന്ന് സച്ചിക്ക് ബോധ്യമാവുകയാണ്. ആന്റണി തന്നെയാണ് ശ്രുതിയെ ചതിക്കുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഈ വിവരങ്ങളെല്ലാം ചന്ദ്രയെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സച്ചി. അങ്ങനെ ചന്ദ്ര തന്നെ തീരുമാനം എടുക്കുകയാണ്, ഇനി ഇവളെൻ്റെ വീട്ടിൽ വേണ്ട, എന്നെ ഇങ്ങനെ ചതിക്കുകയും എൻ്റെ പണം തട്ടിപ്പറിക്കുകയൊക്കെ ചെയ്ത ഇവളുണ്ടല്ലോ, ഇവൾ ഇനി ജയിലിൽ കിടക്കണം. അതുകൊണ്ട് പോലീസിനെ തന്നെ വിളിക്കാൻ ചന്ദ്ര ഓർഡർ ഇടുകയാണ്. അങ്ങനെ പോലീസ് വരികയും ശ്രുതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വക്കീൽ പറഞ്ഞിട്ട് ചന്ദ്ര 2 ലക്ഷം രൂപയൊക്കെ വാങ്ങിയിട്ട് കേസ് അങ്ങ് പിൻവലിക്കുകയാണ്. അപ്പോൾ കേസ് പിൻവലിച്ചെന്ന് വക്കീൽ വിളിച്ച് സച്ചിയോടും രേവതിയോടും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്ര പണം വാങ്ങിയ കാര്യമൊന്നും വക്കീൽ പറയുന്നുമില്ല. അങ്ങനെ സച്ചിയും രേവതിയൊക്കെ അത്ഭുതപ്പെടുകയാണ്. എന്തായിരിക്കും അമ്മ ഇപ്പം കേസ് പിൻവലിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിക്കുക വക്കീലിനോട്. അപ്പോൾ വക്കീൽ പറയാ, ഞാൻ ഒത്തുതീർപ്പ് ചർച്ചയൊക്കെ നടത്തിയായിരുന്നു, വെറുതെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ അമ്മ കേസ് പിൻവലിച്ചത് എന്ന് പറയാണ്. അപ്പോൾ സച്ചിക്കും രേവതിക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ്. വീട്ടിൽ വന്ന് എല്ലാവരോടും പറയാണ് കേട്ടോ, അമ്മ കേസ് പിൻവലിച്ചു എന്നൊക്കെ. അങ്ങനെ രവിയോടും എല്ലാവരോടും സച്ചി ഭയങ്കര സന്തോഷത്തിലായിട്ട് രാത്രി ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ വയ്ക്കുകയാണ്. കേസ് പിൻവലിച്ചേ, ശരത്തിനെ വെറുതെ വിട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്, അതെന്താടാ ചന്ദ്രയ്ക്ക് ഇപ്പം ഇങ്ങനെ തോന്നാൻ, അവളിവിടുന്ന് പിണങ്ങി ഇറങ്ങിയൊക്കെ പോയിട്ട് ഇപ്പം എന്തേ കേസ് പിൻവലിച്ചതെന്ന് പറയുമ്പോൾ സച്ചി പറയാ, അതെന്താണെന്നൊന്നും അറിയില്ല, എന്തായാലും അമ്മ കേസ് പിൻവലിച്ചു, അങ്ങനെ ശരത്തിനെ വെറുതെ വിടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പം നമ്മുടെ ശ്രുതിക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതിയാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ ഇവിടെ കിടന്ന് ഈ ഒച്ച വയ്ക്കുന്നത്, ഈ രാത്രി കിടന്ന് ഇത്രയും ഒച്ചപ്പഹളം വയ്ക്കാൻ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ കേസ് പിൻവലിച്ചമ്മ, അതുകൊണ്ട് ഇനിയിപ്പോൾ ശരത്തിനെ പിടിച്ച് അകത്തിടാനും ഒന്നും പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാം സന്തോഷിക്കുമ്പോഴും നമ്മുടെ ശ്രുതിയുടെ മനസ്സിലാകപ്പാടെ അങ്കലാപ്പാണ്. ദൈവമേ, ആ കേസ് പിൻവലിക്കാൻ എന്തിനാ അമ്മ ഇപ്പം ആ കേസ് പിൻവലിച്ചത്? അങ്ങനെ ചുമ്മാ പിൻവലിക്കേണ്ടതൊന്നും അല്ലല്ലോ. ഇനിയിപ്പം ആ കേസും പിൻവലിച്ചു, ആ ആൻ്റണിയാണെങ്കിൽ നവീൻദാസിനെ തരിപ്പണമാക്കി ഇട്ടിരിക്കുക. ഇനിയിപ്പം നവീൻദാസിനെ മരിക്കാതെ കിട്ടണമെങ്കിൽ ഞാൻ 2 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കുകയും വേണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ സമയം സച്ചിയും രേവതിയും കൂടെ രേവതിയുടെ അമ്മയെ വിളിച്ചിട്ട് ഇക്കാര്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേസൊക്കെ പിൻവലിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ലക്ഷ്മിക്ക് സന്തോഷമാവാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഭാമയുടെ വീട്ടിലാണല്ലോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ അമ്മയെ ചെന്ന് വിളിക്കണം, എന്നാലേ അമ്മ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഉടനെ രവി പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോയി വിളിക്കാനൊന്നും പോകുന്നില്ല, അവളിപ്പോൾ എന്തിനാ ഇവിടുന്ന് തുള്ളിച്ചാടി ഇറങ്ങിപ്പോയത്, അവളല്ലേ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്, പിന്നെ ഞാൻ ചെന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല സച്ചി എന്ന് പറയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയുന്നുണ്ട്, അല്ല അമ്മ അച്ഛനോട് പിണങ്ങിയിട്ടല്ലേ പോയത്, അച്ഛൻ ചെന്ന് വിളിച്ചാൽ മതി, ഇപ്പോൾ കേസൊക്കെ പിൻവലിച്ചില്ലേ എന്ന് പറയുമ്പം അവൾ എന്ത് പിൻവലിച്ചാലും ഞാൻ പോയി അവളെ വിളിക്കില്ല എന്ന് രവി പറയുക. അപ്പോൾ ഉടനെ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോയി വിളിച്ചോളാം അമ്മേ, ഞാൻ ചെന്ന് വിളിച്ചാൽ അമ്മ എൻ്റെ കൂടെ വരും, ഞാൻ ഭാമാൻ്റിയുടെ വീട്ടിൽ പോയിക്കോളാം എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാം, നീ പോകുമൊന്നും വേണ്ട ശ്രുതി, അച്ഛനോട് പിണങ്ങിയ അമ്മ ഇവിടുന്ന് പോയത്, ഇനിയിപ്പം നീ ചെന്ന് വിളിക്കുമ്പം അമ്മ വിചാരിക്കും എന്താ അച്ഛൻ ചെന്ന് വിളിക്കാത്തതെന്ന്. അങ്ങനെ ആകുമ്പോൾ അമ്മയ്ക്ക് അച്ഛനോട് ഒന്നുകൂടെ ദേഷ്യമാവും. അപ്പോൾ അമ്മ ഒട്ടും വരില്ല. വാശിയുടെ കാര്യത്തിൽ അമ്മ ഒട്ടും പിന്നിലല്ലെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് അച്ഛൻ തന്നെ ചെന്ന് വിളിച്ചോളൂ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ രേവതി പോകുന്നുണ്ട് ചന്ദ്രയുടെ അടുത്തേക്ക്, ചന്ദ്രയെ ഒന്ന് കാണാനായിട്ട്. അതേസമയം ഈ പണമൊക്കെ കൊണ്ടുവന്നിട്ട് ഭാമയുടെ വീട്ടിലാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര വച്ചിരിക്കുന്നത്. വക്കീൽ കൊടുത്ത് ആ 2 ലക്ഷം രൂപയും വീട്ടിൽ കൊണ്ട് വച്ച് സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭാമയുടെ വീട്ടിൽ ഭാമയുടെ അലമാരി തന്നെ വച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രേവതിയും സച്ചിയും കൂടി പോകുന്നുണ്ട് ശരത്തിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പം രേവതിയുടെ അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വന്നോ മോനെ, നിന്നെ വെറുതെ വിട്ടല്ലേ, അങ്ങനെ ചന്ദ്ര കേസ് പിൻവലിക്കുകയും ചെയ്തു, ഞാനവിടെ വന്ന് താണ് കേണ് അപേക്ഷിച്ചത് കൊണ്ടായിരിക്കും ചന്ദ്ര കേസ് പിൻവലിച്ചത്, എന്നാലും എൻ്റെ ശരത്തെ ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, നീ
ആ ആൻ്റണിയുടെ കൂടെ കൂടി ചീത്ത കൂട്ടുകുട്ടിൻ്റെ കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത്. അതുകൊണ്ടല്ലേ ഇപ്പം ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സച്ചി, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ മോനെ. നീ ചെയ്തത് വളരെ വലിയ കാര്യമാണ്. നിങ്ങളിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവൻ ഇപ്പോഴും ജയിലിൽ കിടന്നേനെ. ഇവൻ്റെ ചീത്ത കൂട്ടുകെട്ട് കൊണ്ടാ എന്ന് പറയാണ്. അപ്പം സച്ചി പറയുന്നുണ്ട്, അമ്മേ ഇനിയിപ്പോൾ അതൊന്നും പറയാൻ പോകണ്ട. ഇതിപ്പം ഇവനെ രക്ഷിക്കുക എന്നുള്ള എൻ്റെ കൂടെ ലക്ഷ്യമല്ലേ. ഞാനും ഈ വീട്ടിലെ ഒരു അംഗമല്ലേ. അപ്പോൾ പിന്നെ ഞാനത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ചെയ്തതെന്നേ ഉള്ളൂ. അതിനൊരു നന്ദി പറച്ചിലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുക. അതേസമയം നമ്മുടെ ശരത്തും ചെന്ന് സച്ചിയുടെ കാലിൽ വീണ് കരയുക. സച്ചിയേട്ടൻ ചെയ്ത ഒരു വലിയ കാര്യമാണ്. സച്ചിയേട്ടൻ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അഴിക്കുള്ളിൽ കിടന്നേനെ. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ആ ആൻ്റണിയുടെ കൂടെ കൂടി സച്ചിയേട്ടനെ ഒരുപാട് കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അതൊക്കെ ഏറ്റവും വലിയ തെറ്റായിപ്പോയി. സച്ചിയേട്ടൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുക. അപ്പോൾ സച്ചി പറയാം, എന്തിനാടാ നീ കാലിലൊക്കെ വീഴുന്നത്? നീ എണീക്ക്. നീ ഇനിയിപ്പം ആ ചീത്ത കൂട്ടുകെട്ടിനൊന്നും പോകാതെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കാൻ നോക്ക്. അങ്ങനെ കുടുംബം നോക്കാൻ നോക്ക്. അല്ലാതെ ഇനിയും ആ ആൻ്റണിയായിട്ടൊന്നും കൂട്ടുകൂടാൻ പോകരുതെന്ന് പറയുക. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഇനി ആൻ്റണിയുമായിട്ട് യാതൊരു കൂട്ടിനും പോയില്ല. അയാളുടെ പരിസരത്ത് കൂടി പോലും പോയില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മി പറയാണ്, അതെ, ഞാൻ വന്ന ചന്ദ്രയെ കണ്ട് ഒന്ന് നന്ദി പറയാം. ചന്ദ്ര കേസ് പിൻവലിച്ചത് കൊണ്ടല്ലേ എന്ന് പറയാം. അപ്പോൾ രേവതി സച്ചിയും പറയുന്നുണ്ട്, ഓ വേണ്ട അമ്മ, അത് വന്ന് ഇനിയിപ്പം നന്ദിയൊന്നും പറയാൻ നിൽക്കണ്ട. ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ അമ്മയോട് സംസാരിച്ചോളാം എന്ന് പറയാൻ കേട്ടോ. അതേസമയം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭാമയുടെ വീട്ടിലാണ്. ഭാമയുടെ വീട്ടിൽ ചന്ദ്ര ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ സാരിയൊക്കെ വിൽക്കുന്ന ഒരു സ്ത്രീ വരികയാണ് കേട്ടോ. അവർ ഇങ്ങനെ ഓരോ സാരികളും വീട്ടിൽ കൊണ്ടു നടന്ന് വിൽക്കുന്ന ആളാണ്. അത് ചന്ദ്രയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ കൂടിയാണ് കേട്ടോ. അവർ വന്നിട്ട് കുറേ സാരികളൊക്കെ എടുത്ത് ചന്ദ്രയെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ദേ കുറേ സാരികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നല്ല സാരി നോക്കി എടുത്തോളാൻ പറയുക. അപ്പോൾ ചന്ദ്രയുടെ മനസ്സിൽ ഈ സാരിയൊക്കെ എടുക്കണം എന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രേവതിയും അവിടെ വരികയാണ് ചന്ദ്രയെ കാണാനായിട്ട്. എന്നിട്ട് ചന്ദ്രയോട് നന്ദി പറയാൻ വേണ്ടി വരുക. അന്നേരം രേവതി വരുമ്പം ഉടനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തിനാ രേവതി നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് പറയാം. അല്ല, അമ്മയ്ക്ക് തുണിയായിട്ട് ഞാൻ വന്നതാ. പിന്നെ അമ്മ കേസ് പിൻവലിച്ചില്ലേ, അതിന് അമ്മയോട് നന്ദി പറയാൻ വന്നതാ എന്ന് പറയണം. അപ്പം ചന്ദ്ര പറയാം, ആ കേസ് പിൻവലിച്ചു, അത് നിന്നെയൊന്നും ഓർത്തിട്ടല്ല. അവൻ്റെ ഭാവി നഷ്ടപ്പെടണ്ടല്ലോ എന്നും. പിന്നെ നമ്മളെല്ലാം ഒരു കുടുംബമാണല്ലോ. ആർക്ക് നാണക്കേടുണ്ടായാലും അത് ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് ബാധിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ കേസ് പിൻവലിച്ചത്. അതിനിപ്പോൾ എന്താ, ഈ തുണിയൊക്കെ വെച്ചിട്ട് പോയിക്കോ എന്ന് പറയാണ് കേട്ടോ. അതേസമയം ഈ സാരി വാങ്ങിക്കാൻ പണം എടുക്കണം താനും. ഭാമയുടെ അലമാരിയിൽ പണമൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഇത് എടുത്ത് വില കൂടിയ സാരിയൊക്കെ രേവതിയുടെ മുമ്പിൽ വെച്ച് വാങ്ങുന്ന കാണുമ്പം രേവതിക്ക് സംശയം തോന്നില്ലേ. അതുകൊണ്ട് തന്നെ ചന്ദ്ര രേവതിയോട് പറയാം, നീ അവിടെ അലക്കാനിട്ടിരിക്കുന്ന തുണിയൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നേന്ന് പറഞ്ഞ് രേവതിയെ മുകളിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഭാമയോട് പറയുന്നുണ്ട്, ഭാമേ നീ പോയിട്ട് ആ പണം ഇങ്ങ് എടുത്തോണ്ട് വാ, ആ പണത്തിൽ നിന്ന് നമുക്ക് സാരി വാങ്ങാമെന്ന് പറയാം. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ശരി ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അലമാരിയിലേക്ക് പോയി നോക്കുക. അലമാരിക്ക് നോക്കുമ്പം കേട്ടോ ആ പണം ഇല്ല കേട്ടോ. അപ്പോൾ ഭാമ അത്ഭുതപ്പെട്ടു പോവാണ്. ഈ പണം ഇതെവിടെ പോയി? ചന്ദ്രയോട് എങ്ങനെയാണ് വന്ന് പറയുക, രേവതി ഉണ്ടല്ലോ. അപ്പോൾ രേവതി പോവുകയും ചെയ്യാണ്. അപ്പോൾ ചന്ദ്രയോട് വന്നിട്ട് ഭാമ പറയാ, ചന്ദ്രേ ആ പണം ഇവിടെ ഇരിക്കുന്നില്ല, ആ പണം കാണുന്നില്ല എന്ന് പറയാ. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, പിന്നെ ആ പണം എവിടെ പോയി? ഞാൻ കൊണ്ടുവന്ന് വെച്ച 2 ലക്ഷം രൂപ നിൻ്റെ അലമാരിയിലല്ലേ വെച്ചത്, നീ മാത്രമല്ലേ ഈ വീട്ടിലുള്ളൂ, പിന്നെ ആരാ പണം എടുത്തത് എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, എനിക്കറിയില്ല ആരാ എടുത്തതെന്ന്. എന്തായാലും ആ പണം ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആരോടാ പറയുക, വീട്ടിൽ ഇത് പറയാനേ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം ആ പണമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. ശ്രുതിക്ക് ആൻ്റണിക്ക് കൊടുക്കാൻ പണം വേണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രുതി ആലോചിക്കുന്നത്, അമ്മ 2 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ഭാമാൻ്റിയുടെ അലമാരിയിൽ വച്ചിട്ടുണ്ട്, അമ്മയുടെ സ്വന്തം പണം എന്നൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ ഭാമയുടെ അലമാരിയിൽ നിന്ന് ആ പണം തട്ടിയെടുക്കാനായിട്ട് വരികയാണ് ശ്രുതി. അങ്ങനെ ശ്രുതി തക്കം പാർത്ത് അവിടെ വരികയും ഭാമയ്ക്കും അതുപോലെ ചന്ദ്രയ്ക്കും കുറച്ച് പലഹാരങ്ങളൊക്കെ കൊടുത്ത് നല്ലതായിട്ട് സുഖിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല പലഹാരങ്ങളല്ലേ, കഴിച്ചോളാൻ പറഞ്ഞ് കൊടുക്കുമ്പം ഭാമയും അതുപോലെ ചന്ദ്രയൊക്കെ അങ്ങ് വിചാരിക്കുകയാണ് ശ്രുതിയുടെ സ്നേഹം. എൻ്റെ മരുമോള് ശ്രുതി കോടീശ്വരിയാണ്, അവൾ മലേഷ്യക്കാരിയാണ്, അവൾ കണ്ടില്ലേ ദേ ഇത്രയും പലഹാരങ്ങളൊക്കെ എനിക്ക് കൊണ്ടു തന്നത്, ഇതുപോലെ വല്ല ആ രേവതി ചെയ്യുമോ? രേവതിയെ ഇതിനൊന്നും കൊള്ളില്ല എന്ന് പറയാം. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്രേ നീ ഇങ്ങനെ രേവതിയെ എപ്പോഴും കുറ്റം പറയാതെ, നിൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് രേവതിയല്ലേ, അവളല്ലേ എല്ലാ സാധനങ്ങളും വെച്ചുണ്ടാക്കി നിനക്ക് തരുന്നത്, എന്നിട്ട് എപ്പോഴും അവളെ ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാം, പിന്നെ അവൾ വെച്ചുണ്ടാക്കി തരുന്നു, അവൾ വെച്ചുണ്ടാക്കി തരുന്നത് കഴിച്ച് വായുടെ രുചിയെല്ലാം പോയി,
ദേ ഇപ്പം ഈ പലഹാരങ്ങളൊക്കെ കഴിച്ചപ്പോഴാണ് എൻ്റെ വായിക്കൊരു രുചി വന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ആ അലമാരി ഇരിക്കുന്ന റൂമിൽ കയറി അലമാരി തുറന്ന് നോക്കുമ്പോഴാണ് ഈ 2 ലക്ഷം രൂപ ശ്രുതി കാണുക. ആരും അറിയാതെ ആ പണം കൈക്കലാക്കി ശ്രുതി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ. രേവതി വന്നിട്ട് പോയതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ശ്രുതി ആ പണം എടുത്തുകൊണ്ട് പോകുന്നത് ഭാമയും ചന്ദ്രയൊന്നും അറിയുന്നില്ല. അതിനുശേഷമാണ് കേട്ടോ ഈ സാരി വാങ്ങാനൊക്കെ പോകുന്നതും പണം നോക്കുന്നതും. അപ്പോഴേക്കും പണം കാണാതെ വരികയാണ്. അന്നേരം ചന്ദ്രയ്ക്ക് ആകെപ്പാടെ വെപ്രാളാണ്. ഇത് ശ്രുതി എടുത്തതെന്നോ രേവതി എടുത്തതെന്നോ ഒന്നും ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ. എന്നിട്ടും ചന്ദ്ര ഭാമയോട് പറയുക, ആ രേവതി അവളായിരിക്കും ഇതെടുത്തത്, മറ്റാരും ഇതെടുക്കില്ല. അവളിവിടെ വന്നല്ലോ, അവൾ ഡ്രസ്സ് വയ്ക്കാൻ അലമാരി തുറക്കുകയും ചെയ്തു. ആ സമയത്ത് അവൾ ആ പണം എടുത്തിട്ടുണ്ടാവും. പക്ഷേ എനിക്കിതൊന്നും പറയാനും ചോദിക്കാനും പറ്റില്ലല്ലോ, ആരും അറിയാതെ കൊണ്ടുവച്ച പണമല്ലേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം ചന്ദ്ര ഒരു കാര്യം ചെയ്യാണ്. എല്ലാവരും കൂടെ ഇരിക്കുമ്പം ചന്ദ്ര നേരെ ഭാമയുടെ ഫോൺ വന്നതായിട്ട് അഭിനയിക്കുകയാണ്. ഭാമ വിളിക്കുമ്പം ഭാമയോട് ചോദിക്കുക, ഭാമേ എന്താ നിൻ്റെ പണം കാണാതെ പോയെന്നോ? അപ്പോൾ ഭാമ പറയുന്നുണ്ട്, നീ അറിഞ്ഞല്ലേ ചോദിക്കുക. അപ്പോൾ അവിടെ നമ്മുടെ ചന്ദ്ര ഒരഭിനയം കാഴ്ചവെക്കുക. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ ഭാമാൻ്റിയുടെ വീട്ടിൽ കള്ളം കയറിയോ, ഭാമാൻ്റിയുടെ പണം കാണാതെ പോയോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ചന്ദ്ര പറയാം, അതെ ഭാമയുടെ പണം കാണാതെ പോയി, ആരോ എടുത്തു, 2 ലക്ഷം രൂപ അവളുടെ അലമാരിയിലിരുന്ന ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയാം. അപ്പം രവി പറയുന്നുണ്ട്, അതാരും മോഷ്ടിക്കാനാ, അവിടെ വല്ല കള്ളനും കയറിയോ, ഭാമ മാത്രമല്ലേ അവിടെ ഉള്ളൂ, അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാം, ഇല്ല അവിടെ ആരോ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി, എനിക്ക് ഈ രേവതിയെ നല്ല സംശയമുണ്ടെന്ന് പറയാം. അപ്പോൾ സച്ചി ചോദിക്കുക, രേവതിയെ സംശയിക്കാൻ എന്താ, രേവതിയാണോ അവരുടെ പണം വന്നെടുത്തത്, അമ്മ എന്തിനാ എപ്പോഴും രേവതിയെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോഴേക്ക് രേവതി പറയാം, ഞാനവിടെ പോയി പണമൊന്നും എടുത്തിട്ടില്ല, പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. ആൻറ്റിയെ കാണാനും കേസ് പിൻവലിച്ചതിന് നന്ദി പറയാനും വീട്ടിലേക്ക് വരണമെന്ന് പറയാനും ഒക്കെ ഞാൻ പോയതാ, അല്ലാതെ ഭാമാൻ്റിയുടെ വീട്ടിൽ ഇപ്പോൾ കയറി ഞാൻ പണം എടുത്തിട്ടില്ല, എനിക്കങ്ങനെ മോഷ്ടിക്കുന്ന സ്വഭാവവും ഇല്ല. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, നിനക്ക് മോഷ്ടിക്കുന്ന സ്വഭാവം ഇല്ലെന്ന് എനിക്കറിയാം, നീ നിൻ്റെ വീട്ടുകാരും നല്ല സ്വഭാവമുള്ളവരാണല്ലോ, അതുകൊണ്ടാണല്ലോ നിൻ്റെ അനിയൻ എൻ്റെ ബാഗിൽ നിന്ന് പണം മോഷ്ടിച്ചതും പണ്ട് ബൈക്ക് മോഷ്ടിച്ചതും ഒക്കെ നിങ്ങളുടെ വീട്ടുകാരെ കള്ളന്മാരാ. അങ്ങനെയുള്ള നീ മോഷ്ടിക്കുകയല്ലെന്നോ, നീ ആയിരിക്കും അത് മോഷ്ടിച്ചതെന്ന് ഉറപ്പിച്ച് പറയേ ചന്ദ്ര. അപ്പോൾ രവി പറയാം, വെറുതെ അനാവശ്യം പറയാതെ ചന്ദ്രേ, രേവതി അങ്ങനെ മോഷ്ടിക്കാനൊന്നും പോകുന്നില്ല, രേവതി എത്ര വീടുകളിൽ കയറി ഇറങ്ങി പൂ വിൽക്കുന്ന, എന്നിട്ട് ഒരു വീട്ടിൽ പോലും മോഷ്ടിച്ചെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, പിന്നെയാണോ ഭാമയുടെ വിഷ്ടിയിൽ നിന്ന് മോഷ്ടിക്കുന്നത്? അപ്പോൾ വീണ്ടും ചന്ദ്ര പറയാം, പിന്നെ അല്ലാതാരാ, എനിക്ക് ഇവിടെ തനിയാണ് നല്ല സംശയം എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് സംശയിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇതിനൊക്കെ തെളിവ് വേണ്ടേ, അങ്ങനെ സംശയിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് എല്ലാവരും, എന്താ സംഭവിച്ചത്, ഈ പണം ആരുടെയാ, എന്തായാലും ഭാമാൻ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, ഭാമാൻ്റിയുടെ അടുത്ത് തന്നെ ചെന്ന് ഞാൻ ചോദിക്കുമെന്ന് പറയാണ് സച്ചി. അങ്ങനെ സച്ചിക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ഈ എന്ത് കണ്ടാലും കണ്ടുപിടിക്കുക എന്നുള്ളത്. അങ്ങനെ ഭാമയുടെ അടുത്തേക്ക് സച്ചിയും രേവതിയും കൂടെ പോവുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഭാമാൻ്റിയോട് ചോദിക്കുന്നുണ്ട്, ഭാമാൻ്റിയുടെ പണം കാണാതെ പോയോ, അത് രേവതിയാണോ മോഷ്ടിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, രേവതിയാണ് മോഷ്ടിച്ചതെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, അതൊക്കെ ചന്ദ്ര പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുക. അല്ല അമ്മ പറഞ്ഞു ആൻറ്റിയുടെ പണം രേവതി മോഷ്ടിച്ചെന്ന്, രേവതി ഇവിടെ വന്ന് പണം മോഷ്ടിച്ചോ എന്ന് അറിയണ്ടേ, അതുകൊണ്ടാണ് പറയുക. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ഇല്ല രേവതി പണമൊന്നും മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആരോ പണം മോഷ്ടിച്ചു ഇവിടെ അലമാരിയിൽ നിന്ന് എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി കൂടുതൽ ചോദ്യം ചെയ്യുക ഭാമയെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഭാമാൻ്റി ഇത്രയും പണം ഇവിടെ അലമാരിയിൽ വെച്ചത്, അതുകൊണ്ടല്ലേ മോഷ്ടിച്ചെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ, കേസ് എന്തെങ്കിലും കൊടുക്കാൻ മേലെ ഭാമാൻ്റിക്ക് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സച്ചി ആ പണം എൻ്റേതല്ല, ഞാനുള്ള സത്യം നിങ്ങളോട് പറഞ്ഞേക്കാമെന്ന് പറയുക. അപ്പോൾ സച്ചി ചോദിക്കുക, പിന്നെ ആരുടെ പണമാണ് ഭാമാൻ്റി സൂക്ഷിച്ചു വെച്ചത്, ഭാമാൻ്റിയുടെ പണമല്ലെങ്കിൽ പിന്നെ അത് ആരുടെ പണമാണെന്ന് ചോദിക്കുക. ഉടനെ തന്നെ ഭാമ പറയും, അത് നിങ്ങളുടെ അമ്മയുടെ ചന്ദ്രയുടെ പണം അത് എന്ന് പറയാം. അപ്പം സച്ചി ചോദിക്കുക, അമ്മയുടെ പണോ, അമ്മയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം ഒന്നിച്ച് കിട്ടുന്നത്, അതെന്തിനാ അമ്മ ഇവിടെ കൊണ്ട് വച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉടനെ ഭാമ പറയുക, അതെ അത് ഞാൻ പറയാം, നിങ്ങൾ വക്കീലിന് 5 ലക്ഷം രൂപ കൊടുത്തില്ലേ, ആ പണത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വക്കീൽ ഭാമയ്ക്ക് ചന്ദ്രയ്ക്ക് കൊടുത്തു, അതുകൊണ്ടാണ് ചന്ദ്ര കേസ് പിൻവലിച്ചത്, ആ പണം കിട്ടിയത് കൊണ്ടാണ് ചന്ദ്ര കേസ് പിൻവലിച്ചത്, അത് നിങ്ങളെ ആരെയും അറിയിക്കാതെ ഇവിടെ കൊണ്ടാണ് സൂക്ഷിക്കാൻ വെച്ചത്, ആ പണമാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുമ്പം ഉടനെ ഞെട്ടിപ്പോവാണ് സച്ചിയും രേവതി. സച്ചി പറയാ, അമ്മ കേസ് പിൻവലിച്ചതിന് പണം വാങ്ങിയെന്നോ, എന്നാലും ഇങ്ങനൊരു സ്ത്രീയായി പോയല്ലോ, സ്വന്തം മകൻ്റെയും മരുമോളുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങി കേസ് പിൻവലിക്കാനൊക്കെ ഇത്രയൊരു ദുഷ്ടയായി പോയല്ലോ, ആ പണം നഷ്ടപ്പെട്ടെങ്കിൽ അത് നന്നായി പോയി എന്ന് സച്ചി പറയുക.
എന്നിട്ട് നേരെ വീട്ടിൽ ചെന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് സച്ചി പറയുന്നുണ്ട്, ദേ അച്ഛാ, ഒരു കാര്യം പറയട്ടെ, അമ്മ കേസൊക്കെ പിൻവലിച്ചില്ലേ, അത് എന്തുകൊണ്ടാണെന്ന് നമ്മളെല്ലാവരും സംശയിച്ചില്ലേ, ഇപ്പം അതിനുള്ള ഉത്തരം കിട്ടി. ഞങ്ങൾ കൊടുത്ത 5 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയിട്ടാണ് അമ്മ കേസ് പിൻവലിച്ചത്. പണം കിട്ടിയ അമ്മ എന്ത് ചെയ്യുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര, നിങ്ങളോട് ഇത് ആരാ പറഞ്ഞത്? ആ 2 ലക്ഷം രൂപയല്ലേ അമ്മ ഭാമാജിയുടെ അലമാരിയിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചതും അത് കള്ളം കൊണ്ടുപോയതും. എന്നിട്ട് അത് രേവതിയെ മോഷ്ടിച്ചെന്ന് അമ്മ തർക്കിക്കുന്നു. ഏതായാലും അമ്മ കൊള്ളാം, ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പണം വാങ്ങണമായിരുന്നല്ലേ. രേവതിയുടെ ആങ്ങളയുടെ കേസ് പിൻവലിക്കാൻ അതിന് പണം വാങ്ങണമായിരുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു ദുഷ്ട സ്ത്രീയായി പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ രവിയും പറയാ, ചന്ദ്രേ, നീ അതിന് പണം വാങ്ങിയോ? നീ കൊള്ളാവല്ലോ, വെറുതെയല്ല നിന്റെ പണം കാണാതെ പോയത്. ആരെങ്കിലും മോഷ്ടിച്ചെങ്കിൽ അത് നന്നായിപ്പോയി എന്ന് പറയണം. അങ്ങനെ അതിനുശേഷം നമ്മുടെ വർഷയും ശ്രീകാന്ത് കൂടെ സംസാരിക്കുമ്പോൾ വർഷ പറയാ, എൻ്റെ ശ്രീകാന്തെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ വീട്ടിലുള്ളവരെല്ലാവരും അഭിനയിക്കുകയാണെന്ന് തോന്നുന്നല്ലോ, പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മ ആ പണം വക്കീലിനോട് വാങ്ങിയിട്ട് അതുകൊണ്ട് ഭാമാജിയുടെ അലമാരി വെച്ചു. എന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോയെന്നും അത് എടുത്തത് രേവതി ചേച്ചിയാണെന്നും പറഞ്ഞു. ഇതിപ്പരം കള്ളത്തരം എന്തെങ്കിലും ഉണ്ടോ? രേവതി ചേച്ചി ആ പണമൊന്നും എടുത്തിട്ടില്ല. പിന്നെയും രേവതി ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നു. ആരൊക്കെ ഇവിടെ അഭിനയിക്കുന്നത്, ആരൊക്കെ ശരിക്കും ജീവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയാ, ശരിയാ, എന്നാലും സച്ചിയേട്ടൻ അത് കണ്ടുപിടിക്കും. രേവതി ചേച്ചി അങ്ങനെ മോഷ്ടിക്കൊന്നുമില്ല എന്ന് പറയാം. അതേസമയം നമ്മുടെ ശ്രുതിയോട് പറയാണ്, അത് ശ്രുതി, ദേ ആ പണം ആൻറ്റിയുടെ അലമാരിയിൽ ഇരുന്ന പണം രേവതിയെ മോഷ്ടിച്ചെന്നാണ് അമ്മ പറയുന്നത്. അമ്മ കേസ് പിൻവലിക്കാൻ വാങ്ങിയ പണമാ അത് എന്നൊക്കെ ഇങ്ങനെ നിന്ന് പറയുമ്പോഴും നമ്മുടെ ശ്രുതി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ശ്രുതിയുടെ മനസ്സിൽ മുഴുവൻ ടെൻഷനാണ്. ശ്രുതി ഈ പണം എടുത്തല്ലോ എന്നും അത് കൊണ്ടുപോയി ആൻ്റണിക്ക് കൊടുത്തല്ലോ എന്നും അതുകൊണ്ട് തന്നെ ഇനി സച്ചി ഇതെല്ലാം കണ്ടുപിടിച്ചാലോ എന്നൊക്കെ ഉള്ള പേടി ശ്രുതി കൊണ്ടു താനും. അങ്ങനെ ശ്രുതി ആകെ മൊത്തം അതെല്ലാം ഇങ്ങനെ പല ചിന്തകൾ മനസ്സിൽ കൂടെയൊക്കെ പോവാണ് കേട്ടോ. അതേസമയം സച്ചി രേവതിയോട് പറയാ, ഇത് കണ്ടുപിടിക്കണമല്ലോ, ഭാമാജിയുടെ വീട്ടിൽ നിന്ന് ആരായിരിക്കും ആ പണം മോഷ്ടിച്ചതെന്നുള്ള കാര്യം. ഇല്ലെങ്കിൽ ആ കുറ്റം എന്നും നിന്റെ തലയിൽ തന്നെ നിൽക്കും. നീയല്ല അത് ചെയ്തതെന്ന് എനിക്ക് തെളിയിക്കണമെന്ന് പറയാം. അങ്ങനെ സച്ചിയാണെങ്കിൽ ഭാമയുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ CCTV ക്യാമറയൊക്കെ ചെക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ അവിടെ ചെന്ന് CCTV ക്യാമറയൊക്കെ ചെക്ക് ചെയ്യുമ്പം ആദ്യത്തെ വീഡിയോയിൽ രേവതി കയറി പോകുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ രേവതി കയറി പോകുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് നമ്മുടെ ശ്രുതി കയറി പോകുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ സച്ചി ഒന്നുകൂടെ നോക്കുകയാണ്, ശ്രുതി അങ്ങോട്ട് കയറി പോവുക. ആകെപ്പാടെ പരിഭ്രമത്തോടു കൂടിയാണ് കേട്ടോ പോകുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ശ്രുതി ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോകുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യിൽ കുറേ പണമുണ്ട്. ആ പണം ബാഗിൽ ഒന്നുകൂടി എടുത്ത് നോക്കി ബാഗ് അടച്ചിട്ട് വളരെ സ്പീഡിൽ ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സച്ചി കാണുമ്പം സച്ചിക്ക് ആകപ്പാടെ സംശയമാവുകയാണ്. ഇതെന്താണ്? രേവതി ചെല്ലുന്നതിന് മുമ്പ് അവിടെ ശ്രുതി ചെന്നിട്ടുണ്ടായിരുന്നു. ശ്രുതിയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. പണവുമായിട്ടാണ് ശ്രുതി പോയത്. ആ പണം വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് സച്ചി വിചാരിക്കാം. രേവതിയോട് അത് പറയുമ്പോൾ രേവതി പറയാ, അത് അമ്മയെ കാണാൻ വേണ്ടി ചെന്നതായിരിക്കും ശ്രുതി, അല്ലാതൊന്നും ആയിരിക്കില്ല എന്ന് പറയാം. അപ്പം സച്ചി പറയാ, അങ്ങനെയാണെങ്കിൽ ഈ പണവുമായിട്ട് പോകുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാ, അത് ശരിയാണല്ലോ, സംശയിക്കാനുള്ള വകയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. ഇപ്പോൾ ഉടനെ തന്നെ ഇതൊക്കെ ചെന്ന് പറഞ്ഞാൽ അമ്മയും വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല. ശ്രുതി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് പിടിച്ച് നിൽക്കുകയും ചെയ്യും. ഇവളെ വാച്ച് ചെയ്യണം, വ്യക്തമായ മറുപടി കിട്ടിയതിന് ശേഷം ഇവളെ കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ് സച്ചി. അങ്ങനെ സച്ചി കുറച്ച് ദിവസം നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ വാച്ച് ചെയ്യുമ്പം ശ്രുതി ആൻ്റണിയുടെ അടുത്ത് ചെന്ന് കയറുന്നതും പോകുന്നതും ഒക്കെ കാണുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ആൻ്റണിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ആൻ്റണി, നിനക്ക് ശ്രുതിയുമായിട്ട് ബന്ധം? ശ്രുതി ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ, ശ്രുതി നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ, അവളോട് ചോദിക്കും ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധമെന്ന്, അല്ലാതെ എന്നെ വന്ന് ചോദ്യം ചെയ്യാൻ വരണ്ടാന്ന് ആൻ്റണി പറയാ. അപ്പോൾ സച്ചി നല്ല ഇടി കൊടുക്കുകയാണ് കേട്ടോ ആൻ്റണിക്കിട്ടും കൂട്ടർക്കും ഒക്കെ. അപ്പോഴേക്കും ഉടനെ ആൻ്റണി പറയാ, ഇടി കൊണ്ട് മണത്ത് കഴിയുമ്പോൾ ആൻ്റണി പറയാ, ഞാൻ പറയാം എന്താന്ന് വെച്ചാൽ, നിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവളുടെ പല രഹസ്യങ്ങളും ഞങ്ങൾക്കറിയാം. ദേ ഇയാൾ നവീൻ ദാസ്, ഇവൻ അവളെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് ഇവനെ പിടിച്ച് തല്ലിക്കൊല്ലണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ശരിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടു. അങ്ങനെ കൊണ്ടുവന്നപ്പോഴേ ഈ പണം മുഴുവൻ ഇവൻ മരിക്കാൻ പോകുന്നു എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞപ്പം അവൾ പണം കൊണ്ടു തന്നു. എപ്പോൾ പണം ചോദിച്ചാലും അവൾ കൊണ്ടുതരും. 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ. അതാണ് അവൾ ചെയ്യുന്ന കാര്യങ്ങൾ. അവളുടെ രഹസ്യങ്ങളൊന്നും പുറത്തറിയാതിരിക്കാൻ. പിന്നെ
അപ്പോഴേക്ക് സച്ചി ചോദിക്കുക, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫോൺ എങ്ങനെ നഷ്ടപ്പെട്ടു, നിനക്ക് എങ്ങനെ ആ ഫോൺ വീഡിയോയും കിട്ടി, നീ എങ്ങനെ ആ വീഡിയോ പുറത്ത് പബ്ലിഷ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആന്റണി പറയുക, നിൻ്റെ വീട്ടിലെ നിൻ്റെ ഫോൺ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ഇവള് ഈ ശ്രുതിയല്ലേ കൊണ്ടു തന്നത്, അവൾ കൊണ്ടു തന്നിട്ടാണ് ഞാനത് ചെയ്തത്, നിൻ്റെ ഏടത്തിയോട് പോയി നീ കാര്യങ്ങളൊക്കെ ചോദിക്കേ എന്ന് പറയാം. അപ്പം തരിച്ചു പോവാണ് നമ്മുടെ സച്ചി നേരെ ഇതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്, CCTV വിഷ്വൽസും അതുപോലെ തന്നെ ആൻ്റണി പറയുന്ന കാര്യങ്ങളും മുഴുവൻ വീഡിയോ എടുത്തിട്ട് സച്ചി ആ വീഡിയോയായിട്ട് വന്ന് പതിവ് പോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ സിനിമ അവിടെ ഓടാൻ പോവാണ്. ശ്രുതിയുടെ സിനിമ എല്ലാവരും കാണിച്ചു കൊടുക്കുക, പ്രത്യേകിച്ച് ചന്ദ്രയെ. ഇത് കണ്ടോ, ഇതാണ് സംഭവിച്ചത്, പണം മോഷ്ടിച്ചത് ശ്രുതിയാണെന്നും അത് ആൻ്റണിക്ക് കൊണ്ട് കൊടുക്കാനായിരുന്നു എന്നും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ശ്രുതിയുടെ കയ്യിലുണ്ടെന്നും ഒക്കെ സച്ചി അങ്ങ് വിളംബരം ചെയ്യാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവുക. ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഇവളെൻ്റെ പണം മോഷ്ടിച്ചു, മാത്രമല്ല എൻ്റെ കുടുംബം തകർക്കാൻ ഇവള് ശ്രമിച്ചു, ഇവള് പെരുങ്കളിയാണ്, പോലീസ് കേസ് കൊടുക്കാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ പോലീസിനെയൊക്കെ നമ്മുടെ ചന്ദ്ര വിളിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്